നമസ്കാരം കുട്ടികളെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇനീക്വാളിറ്റീസ്, ലീനിയർ ഇനീക്വാളിറ്റീസ് 1 വേരിയബിൾ സോൾവ് ചെയ്യാൻ പഠിച്ചിരുന്നു. പിന്നെ എടുക്കാൻ പോകുന്നത് 2 വേരിയബിൾ കേസാണ്. എക്സും വൈയും ഉണ്ട്, 2 വേരിയബിൾ ഉള്ള കേസ്. എക്സ് വൈ 2 വേരിയബിൾ ഉള്ള കേസാണ്. അത് 1 വേരിയബിളിനെക്കാട്ടിലും കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ. നമുക്ക് ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. ഗ്രാഫ് വരച്ചാൽ മതി. അവിടെ കുറച്ചുകൂടി സിമ്പിളാണ്. ഗ്രാഫ് വരയ്ക്കണം. ഇതിന് ബാക്കി സെക്കൻഡ് ഇയറിലുണ്ട്. ഈ 2 വേരിയബിൾ കേസ് സോൾവ് ചെയ്യുന്നതിനും വരെ അത്രയും കഴിഞ്ഞിട്ട് 2-3 സ്റ്റെപ്പും കൂടി ഉള്ളൂ. സെക്കൻഡ് ഇയറിൽ ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളത് ഒരു കാരണവശാലും കളയരുത്, നന്നായിട്ട് പഠിച്ചെടുക്കണം. നമുക്കത് എടുക്കാം. ലീനിയർ ഇനീക്വാളിറ്റീസ്, സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് ഇൻ 2 വേരിയബിൾ. 2 വേരിയബിളുള്ള കേസ് എക്സും ഉണ്ട് വൈയും ഉണ്ട്. 2 വേരിയബിളുള്ള കേസിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ax plus by less than c വരാം, less than or equal to c വരാം, greater than c വരാം, greater than or equal to c വരാം. 4 ഫോം വരാം. 4 സിമ്പിൾ ഉണ്ടല്ലോ, 4 ചെയ്ത് വേണമെങ്കിലും വരാം. ഇതാണ് ലീനിയർ ഇനീക്വാളിറ്റീസ് ഇൻ 2 വേരിയബിൾ കേസ്. 2 വേരിയബിൾ ഉള്ള കേസ് ഇതാണ്. ഇത് സോൾവ് ചെയ്ത് അപ്പോൾ ഇവിടെ എക്സ് മാത്രം പോരാ, എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഉണ്ട്. 2ൻ്റെയും വാല്യൂ സോൾവ് ചെയ്തെടുക്കാം. അപ്പം അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ax plus by less than c എന്നല്ലേ, ഈക്വൽ ടു സി എന്ന് എടുക്കുമ്പോഴത്തേക്കും അത് ഒരു ഇക്വേഷനാണ്. അത് ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്ന എക്സ് പ്ലസ് ഡി വൈ ഈക്വൽ ടു സി. ഈക്വൽ ടു സി ഇവിടെ ഈക്വൽ ഇല്ലെങ്കിലും നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി എപ്പോഴും എക്സ് പ്ലസ് ഡി വൈ ഈക്വൽ ടു സി എന്ന് പറയുന്ന ലൈൻ നമ്മൾ ഗ്രാഫിൽ വരയ്ക്കണം. നമ്മുടെ എക്സ് ആക്സും വൈ ആക്സും ഒക്കെ വെച്ച് എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇതാണ് ലൈൻ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഇനീക്വാളിറ്റിക്കകത്ത് ഈക്വൽ ഇല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരയ്ക്കണേ. ഇവിടെ ഈക്വൽ ഇല്ലല്ലോ, ആ തൽക്കാലം നമ്മൾ ഈക്വൽ അങ്ങോട്ടേക്കാം. എക്സ് പ്ലസ് ബി വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി വരുമ്പോഴത്തേക്കും ഈക്വൽ ഉണ്ട്. ഈക്വൽ ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും വരയ്ക്കാം. എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞ ലൈൻ വരച്ചു. നമ്മുടെ പ്ലെയിനിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുമ്പോൾ ഈ ലൈൻ നമ്മുടെ പ്ലെയിനിൽ പറഞ്ഞ ഈ ഒരു പ്രതലം അങ്ങ് ഇവിടെ അങ്ങോട്ട് നിൽക്കുന്നതിന് ഇൻഫിനിറ്റി വരെ 4 സൈഡിലും അങ്ങ് നീണ്ടു പോകുന്ന നമ്മൾ അങ്ങനെ ഒരു പ്ലെയിനിൽ നമ്മളൊരു ലൈൻ വരച്ചാൽ ആ പ്ലെയിനിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുക. 2 റീജിയൻ കിട്ടും. ലെഫ്റ്റ് സൈഡിൽ ഒരു റീജിയൻ കിട്ടും, റൈറ്റ് സൈഡിൽ ഒരു റീജിയൻ കിട്ടും. അല്ലെങ്കിൽ അപ്പർ പ്ലെയിനിൽ അപ്പർ പ്ലെയിൻ കിട്ടും, ഒരു ലോവർ പ്ലെയിൻ കിട്ടും. അതിന് നമ്മൾ ഹാഫ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. 2 റീജിയൻ ആയിട്ട് കട്ട് ചെയ്ത് പോകും. അപ്പോൾ ഫുൾ പ്ലെയിനിനെ 2 റീജിയൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ റീജിയനെ നമുക്ക് ഹാഫ് പ്ലെയിൻസ് എന്ന് പറയും. ഫുൾ പ്ലെയിൻ അല്ല, ഹാഫ് പ്ലെയിൻസ്. 2 പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകത്തില്ലേ. അതുകൊണ്ട് ഓരോ പ്ലെയിനിനെ നമുക്ക് ഹാഫ് പ്ലെയിൻസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ലെഫ്റ്റ് ഹാഫ് പ്ലെയിന്, ഇത് റൈറ്റ് ഹാഫ് പ്ലെയിൻ. അല്ലെങ്കിൽ ഇത് മേൽ സൈഡിലുള്ളത് അപ്പർ ഹാഫ് പ്ലെയിൻ, ലോവർ ഹാഫ് പ്ലെയിൻ. ഇത് ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ, ഇത് ഫുള്ള് ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ, ഇത് റൈറ്റ് ഹാഫ് പ്ലെയിൻ. ഇങ്ങനെയും പറയാം. ഇത് അപ്പർ ഹാഫ് പ്ലെയിൻ, ലോവർ ഹാഫ് പ്ലെയിൻ, അങ്ങനെയും പറയാം. അപ്പറും ലോവറും. വേറെ രീതിയിൽ എക്സ് പ്ലസ് ബി വൈ, ഇതാണ് എക്സ് പ്ലസ് ബി വൈ എങ്കിൽ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എങ്കിൽ ഇത് അപ്പർ ഹാഫ് പ്ലെയിനും ലോവർ. ഇവിടെ മേളില് അപ്പർ ഹാഫ് പ്ലെയിനും താഴെ ഫുള്ള് ലോവർ ഹാഫ് പ്ലെയിൻ, അങ്ങനെ വരും. അപ്പം 2 രീതിയിലും അത് പറയും. ഒന്നെങ്കിൽ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ, റൈറ്റ് ഹാഫ് പ്ലെയിൻ, അല്ലെങ്കിൽ അപ്പർ ഹാഫ് പ്ലെയിൻ, ലോവർ ഹാഫ് പ്ലെയിൻ, അങ്ങനെ 2 രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മളൊരു ലൈൻ വരച്ചാൽ 2 ഹാഫ് പ്ലെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഏതോ ഒരു ഹാഫ് പ്ലെയിൻ ആണ് ഇതിന്റെ സൊല്യൂഷൻ. എക്സ് പ്ലസ് ബി വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഹാഫ് പ്ലെയിൻ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എങ്കിൽ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എങ്കിൽ ഇതിന്റെ ഹാഫ് പ്ലെയിൻസ് ഒന്നെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അപ്പർ ഹാഫ് പ്ലെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലോവർ ഹാഫ് പ്ലെയിൻ ആയിരിക്കും. അത് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഡ്രോ ദ ലൈൻ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി. ഈ ലൈൻ നമ്മൾ വരയ്ക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈക്വാലിറ്റി തന്നാൽ ആദ്യം ഡ്രോ ദ ലൈൻ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി. ലൈനിലെ 2 പോയിന്റ് കിട്ടിയാൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമ്മൾ ആ ലൈൻ വരയ്ക്കുന്നു. ലൈൻ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഈ ലൈനിൽ അല്ലാത്ത ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. ഈ ലൈനിൽ വരാത്ത ഏതെങ്കിലും ഒരു പോയിന്റ് 0 0 എടുക്കാം, അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. ലൈനിൽ ആവരുതെന്നേ ഉള്ളൂ. ആ പോയിന്റ് എടുത്ത് ഇനീക്വാളിറ്റിക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ എക്സാമ്പിൾ കാണിക്കാം. 4x plus 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണെന്ന് വിചാരിക്കുക. ഈ ലൈൻ അതല്ല, ജസ്റ്റ് ഒന്ന് വിചാരിക്കാം. നമ്മൾ
ആ ലൈനിലെ ഇല്ലാത്തൊരു പോയിന്റാണ് 0 0. 0 0 ലൈനിൽ ഇല്ലാത്ത പോയിന്റാണ്. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 0 0 എന്ന് പറയുന്ന പോയിന്റ് ഇനീക്വാളിറ്റിക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ എക്സിന് വരെ 0യും വൈക്ക് വരെ 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 4 × 0 എന്ന് പറഞ്ഞാൽ 0 വരും, പ്ലസ് 3 × 0 എന്ന് വെച്ചാൽ 0 വരും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ട്രൂ ആണ്. ശരിയത്. അപ്പൊ നമ്മുടെ ലൈൻ ഇതാണ്. ലൈനിൽ ഇല്ലാത്ത പോയിന്റ് 0 0 എടുത്ത് കൊടുത്തപ്പോൾ ട്രൂ കിട്ടി. അപ്പോൾ ലൈനിന്റെ അപ്പർ സൈഡിലാണ് 0 0 എടുക്കുന്നത്. അത് കൊടുത്തപ്പോൾ ട്രൂ കിട്ടിയതുകൊണ്ട് ഈ ലൈനിന്റെ അപ്പർ സൈഡ് മുഴുവൻ ട്രൂ ആണ്, ലോവർ സൈഡ് മുഴുവൻ ഫോൾസ് ആണ്. അപ്പൊ ഈ ലൈനിന്റെ ഈ ഇനീക്വാളിറ്റിയുടെ ട്രൂ റീജിയൻ എന്ന് പറഞ്ഞാൽ അപ്പർ പാർട്ട്, ഫോൾസ് റീജിയൻ എന്ന് പറഞ്ഞാൽ ലോവർ പാർട്ട്. നിങ്ങൾ ഇത് ചെയ്തു വരുമ്പോൾ കിട്ടുന്നത് ഫോൾസ് ആണെങ്കിൽ ഈ 0 ഉള്ള ഭാഗം ഫോൾസ് റീജിയൻ, അപ്പർ പാർട്ട് ഫോൾസ് റീജിയൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റ് ഭാഗമാണ് ട്രൂ റീജിയൻ. നമ്മൾ ട്രൂ റീജിയൻ ആണ് സൊല്യൂഷൻ, അത് ഷെയ്ഡ് ചെയ്യും നമ്മൾ. അപ്പോൾ ഇവ 0 0 ആവുമ്പോൾ ട്രൂ കിട്ടിയില്ലേ. അപ്പോൾ ഈ ലൈനിൽ 0 ഉള്ള മേൾ ഭാഗം ഫുള്ള് ഒരിടത്ത് ട്രൂ കിട്ടിയാൽ ആ സൈഡിലുള്ള എവിടെ എടുത്താലും ട്രൂ ആയി കിട്ടുള്ളൂ. നിങ്ങൾ വേറെ ഏത് പോയിന്റ് എടുത്താലും ട്രൂ ആയി കിട്ടുള്ളൂ, മാറി കിട്ടത്തില്ല. ഒരു പോയിന്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പം ട്രൂ ആയിട്ടുള്ള ഭാഗം ഷെയ്ഡ് ചെയ്യും. ഇതാണ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഡ്രോ ദ ലൈൻ, തന്നേക്കുന്ന ലൈൻ കറസ്പോണ്ടിങ് ടു ദ ഇനീക്വാളിറ്റി. ഇനീക്വാളിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ നിങ്ങൾ ഗ്രാഫിൽ വരയ്ക്കുക. എന്നിട്ട് ആ ലൈനിൽ ഇല്ലാത്ത ഒരു പോയിന്റ് എടുത്ത് ആ പോയിന്റ് ഇനീക്വാളിറ്റിക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ട്രൂ കിട്ടുവാണെങ്കിൽ ആ പോയിന്റ് ഉള്ള ഭാഗം ട്രൂ റീജിയൻ, അതാണ് സൊല്യൂഷൻ. ഫോൾസ് ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് ട്രൂ, അവിടെയാണ് സൊല്യൂഷൻ. അതാണ് നമ്മുടെ സ്റ്റെപ്പ്. ഇനി ഇതിപ്പോ നമുക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാം. minus 3y greater than 6. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. 2x minus 3y greater than 6. നമുക്ക് ആദ്യം ചെയ്യേണ്ട ലൈൻ വയ്ക്കണം. കൺസിഡർ ദ ലൈൻ 2x minus 3y equal to 6. ഇവിടെ ഈക്വൽ ഇല്ല, എന്നാലും equal to 6 എന്ന് എഴുതാം. 2x minus 3y equal to 6. ഇനി നമ്മൾ എക്സിനും വൈക്കും രണ്ട് സെറ്റ് പോയിന്റ് കണ്ടുപിടിക്കണം. അതിനായിട്ട് ഒരു കോളം വരയ്ക്കുക. എക്സും വൈയും രണ്ട് സെറ്റ് പോയിന്റ് വേണം. നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് എക്സിനും വൈക്കും ഇഷ്ടമുള്ള പോയിന്റ് ഇട്ട് കൊടുക്കാം. എക്സിന് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തുകൊണ്ട് വൈ കണ്ടുപിടിക്കാം. വൈക്ക് അല്ലെങ്കിൽ എക്സിന് അടുത്ത പോയിന്റ് ഇട്ടുകൊണ്ട് വൈ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വൈക്ക് പോയിന്റ് കൊടുത്തുകൊണ്ട് എക്സ് കണ്ടുപിടിക്കും. ഇഷ്ടമുള്ളത് ചെയ്യാം. നമുക്ക് ആദ്യം നമ്മൾ 0 കൊടുക്കുക. എക്സിന് 0 കൊടുത്തു. എക്സിന് 0 കൊടുത്തിട്ട് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. എക്സിന് 0 കൊടുക്കുമ്പോൾ 2 × 0 0 ആയി പോയിക്കോളും. മൈനസ് 3y ഈക്വൽ ടു 6 വരും. അതായത് മൈനസ് 3y ഈക്വൽ ടു 6 വരും. y ഈക്വൽ ടു 6/-3 -2 വരും. എക്സിന് 0 കൊടുത്തപ്പോൾ y നമുക്ക് -2 കിട്ടി. 0 കൊടുക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് 0 കൊടുത്തത്. 0 കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള വാല്യൂ കിട്ടുവാണെങ്കിൽ വേറെ ഏതെങ്കിലും വാല്യൂ കൊടുക്കുക. 0 തന്നെ കൊടുക്കണം നിർബന്ധം, നമ്മൾ എളുപ്പത്തിന് കൊടുക്കുന്നു. ഈ എക്സിന് 0 കൊടുത്ത് y കിട്ടി. ഇനി yക്ക് 0 കൊടുക്കാം. yക്ക് 0 കൊടുക്കുമ്പോൾ 2x -0 വരും ഈക്വൽ ടു 6. അതായത് 2x ഈക്വൽ ടു 6 വരും. x ഈക്വൽ ടു 6/2 ഈക്വൽ ടു 3 വരും. ഇപ്പം yക്ക് 0 കൊടുത്തപ്പോൾ എക്സിന് 3 വരും. മാറിപ്പോകരുത്. ഇപ്പം രണ്ട് സെറ്റ് പോയിന്റ് കിട്ടി. x 0 y -2 ഒരു സെറ്റും x 3 y 0 അടുത്ത സെറ്റ് പോയിന്റ് കിട്ടി. ഈ രണ്ട് പോയിന്റ് വെച്ചോണ്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ് x 0 y -2. x ആക്സിൽ 0, y ആക്സിൽ -2. അപ്പൊ ഈ 0യുടെ നേരെ y -2, 0യുടെ നേരെ y -2 ഈ പോയിന്റ് എഴുതണേ. 0 -2 ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് x 3യും y 0യും. x ആക്സിൽ 3, y ആക്സിൽ 0 എന്ന് മേലോട്ട് താഴോട്ടും പോകണ്ട. y ആക്സിൽ 0 എന്നാൽ ഇവിടെ തന്നെ വരും. 3 0. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈക്വൽ ഇല്ലാത്തതുകൊണ്ട് ഡോട്ടർ ലൈൻസ് വരയ്ക്കുന്നതാണ് നല്ലത്. ആ ലൈൻ ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഡോട്ടർ ലൈൻസ് വരയ്ക്കുന്നത്.
വരച്ചു കഴിഞ്ഞാൽ ഉടനെ ആ ലൈനിനോട് ചേർന്ന് അതിൻ്റെ ഇക്വേഷൻ എഴുതണേ. 2x - 3y = 6. കാരണം ഇവിടെ കുഴപ്പമില്ല. ഇനി നിങ്ങൾ അടുത്ത കേസ് എന്ന് പറയുന്നത് ഒന്നിലധികം ഇക്വേഷൻസ് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ എഴുതിയില്ല, പിന്നെ നോക്കുമ്പോൾ ലൈൻസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഒരു ലൈൻ വരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇക്വേഷൻ എഴുതണം. ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും വരയ്ക്കായിരുന്നു. ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ടാണ് ഡോട്ടൽ ലൈൻസ് വരച്ചത്, അത് ശ്രദ്ധിച്ചോളാം. ഇനി നമ്മൾ ഈ ലൈനിന്റെ ഒന്നെങ്കിൽ മേൽഭാഗമായിരിക്കും സൊല്യൂഷൻ, അല്ലെങ്കിൽ താഴ്ഭാഗമായിരിക്കും. അതേതാണ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ ഇനീക്വാളിറ്റി കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ഇനീക്വാളിറ്റി 2x - 3y > 6 ആൻഡ് ടേക്ക് ദ പോയിന്റ്. ഈ ലൈനിൽ ഇല്ലാത്തൊരു പോയിന്റ്, ഈ ലൈൻ പോകാത്തൊരു പോയിന്റ് 0 0 ഉണ്ട്. 0 0 ഉണ്ട്, അതാണ് നല്ലത്. ടേക്ക് ദ പോയിന്റ് 0 0. ലൈനിലെ പോയിന്റ് ആവരുത്, അത് ശ്രദ്ധിച്ചോണം. ഇനി നമ്മൾ പുട്ട് x = 0, y = 0 ഇതിനകത്തിട്ട് കൊടുക്കുന്നു. അപ്പം 2 × 0 0 വരും, -3 × 0 0 വരും, > 6. 0 > 6 നോക്കുക. 0 ആണോ 6 ആണോ വലുത്? 0 അല്ലല്ലോ, 6 അല്ലേ വലുത്. അപ്പം ഇത് ഫോൾസ് ആണ്. ഫോൾസ്. നമ്മൾ ട്രൂ റീജിയൻ ഷെയ്ഡ് ചെയ്യുന്നു. ഷെയ്ഡ് ട്രൂ റീജിയൻ. നോക്കുക, ഇതാണ് ലൈന്. 0 മേളിലാണുള്ളത്, അത് ഫോൾസാ. അപ്പം മേൽഭാഗം ഫോൾസാ. ട്രൂ ഭാഗം അപ്പോൾ ഏതാ? അല്ല, ട്രൂ ആയിട്ടുള്ളത് ഏത് ഭാഗമാണ്? താഴ്ഭാഗം. അപ്പം 0 കൊടുത്തപ്പം ഫോൾസ് കിട്ടിയത്. 0 ഉള്ള ഈ അപ്പർ പാർട്ട് ഫുള്ള് ഫോൾസ് വരും. നമുക്ക് ഫോൾസ് അല്ല വേണ്ട, ട്രൂ ആണ് ഉള്ളത്. അത് ഓപ്പോസിറ്റ് ആണ്. താഴ്ഭാഗമാണ് ഷെയ്ഡിൻ്റെ. ഷെയ്ഡ് ട്രൂ റീജിയൻ. ഇതാണ് സൊല്യൂഷൻ. ഷെയ്ഡഡ് റീജിയൻ ഈസ് ദ സൊല്യൂഷൻ. ഷെയ്ഡഡ് റീജിയൻ ഈസ് ദ സൊല്യൂഷൻ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഈ കേസിലെ സൊല്യൂഷൻ ഇതാണ്. അപ്പം നിങ്ങൾ ലൈൻ വരയ്ക്കുന്നു, ഒരു പോയിന്റ്, ലൈനിൽ അല്ലാത്ത പോയിന്റ് എടുത്ത് ഇനീക്വാളിറ്റിക്കകത്ത് കൊടുക്കുന്നു. ട്രൂ കിട്ടുവാണെങ്കിൽ അവിടെ ഷെയ്ഡ് ചെയ്യുക. ഫോൾസ് ആണ് കിട്ടുന്നെങ്കിൽ ഓപ്പോസിറ്റ് ഭാഗം ഷെയ്ഡ് ചെയ്യണം. അതാണ് ട്രൂ. ട്രൂ ആണ് നമ്മൾ എപ്പോഴും ഷെയ്ഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇതാണ് വൺ വേരിയബിൾ, അല്ല ഒരു ഇനീക്വാളിറ്റി മാത്രമുള്ള കേസ്. നമുക്കിനി ഇവിടെ ചെയ്യാനുള്ളത്, നിങ്ങളുടെ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ഇനീക്വാളിറ്റി അല്ല, ഒന്നിലധികം ഇനീക്വാളിറ്റീസ് ഒരുമിച്ച് വരും. ഒന്നിലധികം ഇനീക്വാളിറ്റീസ് ഒരുമിച്ച് വരുമ്പോൾ അതിനെ സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറയും. സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ്. സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ്. ഒന്നിലധികം ഇനീക്വാളിറ്റീസ് ഒരുമിച്ച് തരുന്നു. അതിൻ്റെ എല്ലാം കൂടെയുള്ള കോമൺ സൊല്യൂഷൻ നമുക്ക് വേണ്ടത്. എല്ലാത്തിനും ഒരുപോലെ ട്രൂ ആകുന്ന സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. അപ്പം അതും ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്. ചെറിയൊരു വ്യത്യാസമുണ്ട്. ആദ്യം നമ്മൾ ഈ ഗ്രാഫ് എല്ലാ ലൈൻസിന്റെ ഗ്രാഫ് വരുന്നു. ഓരോ ഇനീക്വാളിറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇക്വേഷൻ കിട്ടുമല്ലോ. ആ ഇക്വേഷൻ എടുത്ത് ഓരോ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഒറ്റ ഗ്രാഫിൽ തന്നെ എല്ലാ ലൈനും വരയ്ക്കാം. എല്ലാ ലൈനും ഒറ്റ ഗ്രാഫിൽ തന്നെ വരയ്ക്കാം. ഓരോ ഇനീക്വാളിറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ടല്ലോ, ആ ലൈൻസ് എല്ലാം ഒറ്റ ഗ്രാഫിൽ വരയ്ക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഡ്രോ ഓൾ ദ ലൈൻസ് കറസ്പോണ്ടിങ് ടു ഈച്ച് ഇനീക്വാളിറ്റീസ് ഇൻ എ സിംഗിൾ ഗ്രാഫ്. ഒറ്റ ഗ്രാഫിൽ വരയ്ക്കണം. ചിലർ 3 4 ഗ്രാഫിലൊക്കെ വരച്ചിടും. ഓരോ ലൈൻ ഓരോ ഗ്രാഫിൽ വരയ്ക്കും. അങ്ങനെ വരച്ചാൽ മാർക്ക് കിട്ടത്തില്ല, ശ്രദ്ധിച്ചോണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഡ്രോ ഓൾ ദ ലൈൻസ് കറസ്പോണ്ടിങ് ടു ഈച്ച് ഇനീക്വാളിറ്റീസ് ഇൻ എ സിംഗിൾ ഗ്രാഫ്. ഒറ്റ ഗ്രാഫിൽ തന്നെ എല്ലാ ലൈനും ഒരുമിച്ച് വരയ്ക്കും. ഇനി നമ്മൾ റീജിയൻ, ഇത് എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. ഓരോ ഇനീക്വാളിറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ട്, ഓരോ ഇനീക്വാളിറ്റിക്കല്ല, എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ടുള്ള സൊല്യൂഷൻ, കോമൺ ആയിട്ടുള്ള ട്രൂ റീജിയൻ ആണ് കേട്ടത്. എല്ലാത്തിനും ഒരുപോലെ ട്രൂ ആവണം. അപ്പോൾ അതിൽ വളരെ കുറച്ച് പോർഷനെ കാണുള്ളൂ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഇനീക്വാളിറ്റി എടുക്കുന്നു. ഫസ്റ്റ് ഇനീക്വാളിറ്റി എടുക്കുക, ആ ലൈൻ പോകാത്ത പോയിന്റ് എടുക്കുക. ഇപ്പം ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ. എന്നിട്ട് ആ പോയിന്റ് ഇനീക്വാളിറ്റിക്കകത്ത് കൊടുക്കുക. ട്രൂ റീജിയൻ ഏതാ, ഫോൾസ് റീജിയൻ ഏതാന്ന് കണ്ടുപിടിക്കുക. നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത് ട്രൂ അല്ല. കാരണം നമ്മൾ ആദ്യമേ ട്രൂ ഷെയ്ഡ് ചെയ്താൽ രണ്ടാമത്തേത് ചെയ്യുമ്പോൾ ആ ഷെയ്ഡ് പോർഷൻ ആയിരിക്കില്ല ട്രൂ. അതുകൊണ്ട് അവിടെ നമുക്ക് പിന്നെ മായ്ക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫോൾസ് അങ്ങ് ഷെയ്ഡ് ചെയ്യുക. ഒരെണ്ണത്തിന് ഫോൾസ് ആകുമ്പോൾ നമുക്ക് എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ടുള്ള ട്രൂ പോരെ. കോമൺ ആയിട്ടുള്ള ട്രൂ ആണ് വേണ്ടത്. അപ്പം ഫോൾസ് ഭാഗം എല്ലാം കൂടെ അങ്ങ് മാറ്റിക്കളഞ്ഞാൽ അവസാനം മിച്ചം കിട്ടുന്നത് ട്രൂ ആണ്. അപ്പോൾ നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യുന്നത് ഫോൾസാണ്. ഒന്നിലധികം ഇൻക്വാളിറ്റീസ് ഒരുമിച്ച് വരുമ്പോൾ ഷെയ്ഡ് ചെയ്യുന്നത് ഫോൾസ് റീജിയനാണ്. അപ്പോൾ ഷെയ്ഡ് ചെയ്യാതെ മിച്ചം കിടക്കുന്നതാണ് അപ്പോൾ സൊല്യൂഷൻ. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ ഇനീക്വാളിറ്റി എടുക്കുന്നു, ആ ലൈൻ പോകാത്ത ഒരു പോയിന്റ് എടുത്ത് ഇനീക്വാളിറ്റിക്കകത്ത് കൊടുക്കുന്നു, എന്നിട്ട് ഫോൾസ് റീജിയൻ ഷെയ്ഡ് ചെയ്യുന്നു. ഫോൾസ് റീജിയൻ ഷെയ്ഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ഇനീക്വാളിറ്റി എടുക്കുന്നു, ആ ലൈൻ പോകാത്ത പോയിന്റ് എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അവിടെയും ഫോൾസ് റീജിയൻ ഷെയ്ഡ് ചെയ്യുന്നു. അങ്ങനെ എത്ര ഇനീക്വാളിറ്റി ഉണ്ടോ അതിൻ്റെ എല്ലാം ഫോൾസ് റീജിയൻ ഷെയ്ഡ് ചെയ്ത് മാറ്റുക. അവസാനം ഷെയ്ഡ് ചെയ്യാതെ മിച്ചം കിടക്കുന്ന പോർഷനാണ് ട്രൂ, കോമൺ ആയിട്ടുള്ള ട്രൂ.
അൺഷെയ്ഡഡ് റീജിയൻ ആണ് സൊല്യൂഷൻ. അതാണ് ഇതിന്റെ സ്റ്റെപ്പ്. മനസ്സിലായോ? നമ്മൾ മുമ്പ് ചെയ്ത അതേ കാര്യം തന്നെ, ഒരേ ഒരു വ്യത്യാസം ട്രൂ ഷെയ്ഡ് ചെയ്തതിന് വരെ ഫോൾസ് ഷെയ്ഡ് ചെയ്യുന്നു. അപ്പം മിച്ചം കിട്ടുന്ന ഭാഗമാണ് സൊല്യൂഷൻ. ക്ലിയർ ആയല്ലോ? നമുക്ക് ഇംഗ്ലീഷ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സോൾവ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇതിന്റെ കോമൺ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ലൈൻസ്, ഇവിടെ ഓരോ ഇക്വേഷനകത്ത് എക്സ് മാത്രമല്ല വൈ മാത്രമേ ഉള്ളൂ. എക്സും വൈയും കൂടെ കൂടിക്കളയുന്നില്ല. നമ്മൾ ആദ്യം എക്സ് ഈക്വൽ ടു 3 എന്നുള്ള ലൈൻ വരയ്ക്കുന്നു, y equal to 2 എന്നുള്ള ലൈൻ വരയ്ക്കുന്നു. കൺസിഡർ ദ ലൈൻസ്. കൺസിഡർ ദ ലൈൻസ് x equal to 3 and y is equal to 2. x equal to 3 എന്ന് വെച്ചാൽ x എപ്പോഴും 3 ആണ്. y എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഒരു പ്രശ്നമില്ല. x പക്ഷേ എപ്പോഴും 3 ആണ്. അടുത്ത y equal to 2 എന്ന് പറഞ്ഞാൽ y 2 മാത്രമേ എടുക്കുള്ളൂ. x ന് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. x equal to 3 എന്ന് പറയുമ്പോൾ x ഉം y ഉം. ഇവിടെ കോളം വരയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. x equal to 3 കൂടി ഒരു ലൈൻ അങ്ങ് വരച്ചാലും മതി. നിങ്ങൾക്ക് അറിയാമെങ്കിലും x ന് എപ്പോഴും 3 മാത്രമേ കൊടുക്കാവുള്ളൂ. അത് ശ്രദ്ധിച്ചോണം. വൈക്ക് നമുക്ക് 0 കൊടുക്കാം, 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, എന്ത് വേണേലും കൊടുക്കാം. ഇഷ്ടമുള്ള കൊടുക്കാം. നിങ്ങൾക്ക് വൈക്ക് എന്ത് വേണേലും കൊടുക്കാം. 0യോ 1ഓ 2ഓ 3 ഇഷ്ടം പോലെ കൊടുക്കാം. നമ്മൾ അടുത്തതിലും അതുപോലെ എക്സും വൈയും. ഇവിടെ ശ്രദ്ധിക്കണം, y എപ്പോഴും 2 ആണ്. y 2 മാത്രമേ ആകാവുള്ളൂ. എക്സിന് 0 കൊടുക്കാം, 2 കൊടുക്കാം, എന്ത് വേണേലും കൊടുക്കാം. 0 കൊടുക്കാം, 1 കൊടുക്കാം, 2 കൊടുക്കാം, ഇഷ്ടം പോലെ കൊടുക്കാം. നമ്മൾ ഇത് രണ്ടും കൂടി ഒറ്റ ഗ്രാഫേ വരയ്ക്കാം. ഒറ്റ ഗ്രാഫേ വേണം വരയ്ക്കാം. ഇപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ട്, കൃത്യം നടക്ക് ഒരു കുരിശ് പോലെ വരയ്ക്കണം. അപ്പം നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഗ്രാഫ് ചെറുതും വലുതും ഒക്കെ ആകാം. നമുക്കിപ്പോൾ ഇവിടെ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ക്വാർട്ടറിന് മതി കൂടുതലായിട്ട്. സെക്കൻഡും തേർഡും ഒന്നും വലിയ കാര്യമായിട്ട് വേണ്ട, ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിന് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഗ്രാഫ് നമുക്ക് ഇഷ്ടം പോലെ, ചിലപ്പോൾ നടുക്ക് തന്നെ വരയ്ക്കണം. അപ്പോൾ ആവശ്യം പോലെ നിങ്ങൾ വരയ്ക്കുക. അത് നമുക്ക് 3 ഒക്കെ അടയാളപ്പെടുന്നത് 0, 1, 2, 3, 1, 2, 3. എക്സ് ആക്സ്, ഇത് വൈ ആക്സ്. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ആദ്യം എക്സ് 3, വൈ 0. ഇതാണ് 30 എന്ന് പറയുന്നത്. 30. ഇനി അടുത്ത എക്സ് 3, വൈ 3. എക്സ് 3, വൈ 3. 3, 3. ഈക്വൽ ടു ഉള്ളതുകൊണ്ട് ശരിക്കും വരയ്ക്കാം. ഈ ലൈനാണ് ഇങ്ങനെ വരയ്ക്കാം. എക്സ് ഈക്വൽ ടു 3. ലൈനിന്റെ നേരെ ഇക്വേഷൻ വരയ്ക്കുമ്പോഴേ ഇക്വേഷൻ എഴുതിക്കണം, അല്ലെ പിന്നെ മാർക്കും. നിങ്ങൾക്ക് ഇങ്ങനെ പോയിന്റ് അടയാളപ്പെടുത്തുന്നൊന്നുമില്ല. എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ പോയിന്റ്, ഈ പോയിന്റ് കൂടെ ഒരു ലൈൻ വരച്ചാലും മതി. 3 കൂടെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ മതി. അതുപോലെ y ഈക്വൽ ടു 2. y ഈക്വൽ ടു 2 ആകുമ്പോൾ എക്സ് 0, y 2. എക്സ് 0യുടെ നേരെ y 2. ഈ പോയിന്റാണ് 0, 2. അടുത്ത 2, 2. എക്സും 2, വൈയും 2. ഇവിടെ ഒരു 2, 2. y ഈക്വൽ ടു 2യിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരച്ചാലും മതി. ഇവിടെ കൂടെ നിർത്തിയിട്ട് അങ്ങ് നീട്ടിവിടാം. ഇവിടെ y ഈക്വൽ ടു 2. x ഈക്വൽ ടു 3 ലൈന്, y ഈക്വൽ ടു 2 ആണെങ്കിൽ ഇനി നമ്മൾ ആ റീജിയൻ ഷെയ്ഡ് ചെയ്യാം. ഫോൾസ് റീജിയൻ ആണ്. 2 ഉള്ളത് ഫോൾസ് വേണം ഷെയ്ഡ് ചെയ്യാൻ. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് ഇനീക്വാളിറ്റി കൺസിഡർ ചെയ്യും. ആദ്യത്തെ ഇനീക്വാളിറ്റി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? ആ ഇനീക്വാളിറ്റി എടുക്കുന്നു. കൺസിഡർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 നമ്മൾ ഈ ലൈൻ മനസ്സിലുണ്ടാവണം. ഈ ലൈൻ പോകാത്ത പോയിന്റ് 0, 0 ഉണ്ടായാൽ അതെടുക്കാതെ നല്ലത്. ഈ ലൈൻ പോകാത്ത പോയിന്റ് 0, 0 ആൻഡ് ടേക്ക് ദ പോയിന്റ് 0, 0. ഇനീക്വാളിറ്റി എടുക്കുന്നു. ഫസ്റ്റ് ഇനീക്വാളിറ്റി എടുക്കുന്നു. ടേക്ക് ദ പോയിന്റ്, ആ ലൈൻ പോകാത്ത പോയിന്റ് 0, 0 എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എക്സിനും വൈക്കും പകരം 0 കൊടുക്കുന്നു. ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പം 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കിട്ടി. ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണോ ഫോൾസ് ആണോ? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. 0 വലുത്, 3 ചെറുതല്ല. ഫോൾസ് ആണ്. ഫോൾസ്. നമ്മളിവിടെ ഷെയ്ഡ് ഫോൾസ് റീജിയൻ. ഒന്നിലധികം ഉള്ളതുകൊണ്ട് ഫോൾസ് റീജിയൻ ആണ് ഷെയ്ഡ് ചെയ്തത്. അപ്പൊ നോക്കാം, ഈ ലൈൻ എടുത്തു. 0 ലെഫ്റ്റ് സൈഡിലാണ് കൊടുത്തപ്പോൾ ഫോൾസ് കിട്ടി. അപ്പൊ ലെഫ്റ്റ് സൈഡാണ് ഫോൾസ്. 0 കൊടുത്തപ്പോൾ ഫോൾസ് കിട്ടിയത് 0 ഉള്ള ലെഫ്റ്റ് സൈഡാണ് ഫോൾസ്. ഈ ലൈനിന്റെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഷെയ്ഡ് ചെയ്യുക. അത് ശ്രദ്ധിച്ചോണം. നമ്മൾ ഫോൾസ് റീജിയൻ ആണ് ഷെയ്ഡ് ചെയ്യുന്നത്. അങ്ങ് നീട്ടി ഷെയ്ഡ് ചെയ്തോണേ. ഇവിടെ ഇല്ല, ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഷെയ്ഡ് ചെയ്തു. ഇത്രയും ഭാഗം ഷെയ്ഡ് ചെയ്ത് മാറ്റി. ഇനി ഇതുപോലെ അടുത്ത ലൈൻ എടുക്കുന്നു, അടുത്ത പോർഷൻ എടുക്കുന്നു. അതൊക്കെ ഇല്ലേ?
ഇനി അടുത്തത് y greater than or equal to 2 അല്ലേ. കൺസിഡർ y greater than or equal to 2 and take the point. അവിടെ നമുക്ക് 0 0 എടുക്കാം. ഇതാ y equal to 2 എന്ന് പറഞ്ഞ പോയിന്റ്. 0 ഇവിടെ കിടക്കുന്നത് ലൈനിലുള്ളതല്ല. അപ്പോൾ നമുക്ക് 0 0 എടുക്കാം. ഇവിടെ പുട്ട് x is equal to x ഇല്ലാത്തതുകൊണ്ട് y ക്ക് കൊടുത്താൽ മതി. y equal to 0. 0 greater than or equal to 2. അതും ഫോൾസാ. ഇവിടെ ഫോൾസ് ഷെയ്ഡ് ചെയ്യുന്നത്. ഷെയ്ഡ് ഫോൾസ് റീജിയൻ. നമ്മൾ ഈ ലൈൻ എടുത്തു, താഴെയുള്ള 0 കൊടുത്തപ്പോൾ ഫോൾസ് കിട്ടിയുള്ള താഴ്ഭാഗമാണ് ഫോൾസ്. ഈ ലൈനിന്റെ താഴ്ഭാഗം ഫുള്ള് ഫോൾസാണ്. താഴെയിലെ 0 എടുത്തപ്പോൾ ഫോൾസ് അല്ലേ കിട്ടിയത്. 0 ഉള്ള ഭാഗം ഫുള്ള് ഫോൾസ് ആണ്. അപ്പോൾ ഫോൾസ് ഷെയ്ഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ഓൾറെഡി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഭാഗം കൂടെ ഷെയ്ഡ് ചെയ്താൽ മതി. ഇനി വേറെ ഇനീക്വാളിറ്റി ഇല്ല, 2 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും ചെയ്തു. ഇനി ഷെയ്ഡ് ചെയ്യാതെ കിടക്കുന്ന ഈ പോർഷൻ ഇവിടെ തൊട്ട് ഇവിടെ വരെ അങ്ങ് നീണ്ടു പോകും കേട്ടോ. ആ പോർഷനാണ് നമ്മുടെ സൊല്യൂഷൻ. ഈ അപ്പർ പാർട്ട്, ഈ ഭാഗമാണ് നമ്മുടെ സൊല്യൂഷൻ. അവസാനം എഴുതിയാൽ മതി. ദ അൺഷെയ്ഡഡ് റീജിയൻ ഈസ് ദ സൊല്യൂഷൻ. അൺഷെയ്ഡഡ് റീജിയൻ ഈസ് ദ സൊല്യൂഷൻ. ക്ലിയർ ആയല്ലോ? അപ്പം അത് നിങ്ങൾ പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി വേറെ 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. Question 2x plus y greater than or equal to 4. X plus y less than or equal to 3. Two x minus 3y less than or equal to 6. Two x plus y greater than or equal to 4, x plus y less than or equal to 3, 2x minus 3y less than or equal to 6. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ഇനീക്വാളിറ്റി ഉണ്ട്. 3 ലൈൻ വരും. 3 ലൈനും കൂടെ ഒറ്റ ഗ്രാഫിൽ വരയ്ക്കണം. അപ്പോൾ ആദ്യം കൺസിഡർ ദ ലൈൻസ്. 2x plus y equal to 4, x plus y equal to 3 and 2x minus 3y equal to 6. 3 ലൈൻസ് ഉണ്ട്. 3 ലൈൻസും ഗ്രാഫ് വരയ്ക്കണം. അല്ല, കോളം വരയ്ക്കാം. എക്സ് വൈ നമുക്ക് ഓരോന്നിനെയും പോയിന്റ് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾക്ക് ആദ്യം എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് വൈ ഈക്വൽ ടു 4 വരും. വൈ ഈക്വൽ ടു 4 വരും. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ 4 വരും. കണ്ടോ? ഇനി വൈക്ക് 0 കൊടുക്കാം. വൈക്ക് 0 കൊടുക്കുമ്പോൾ 2x പ്ലസ് 0 ഈക്വൽ ടു 4 വരും. 2x ഈക്വൽ ടു 4 വരും. x ഈക്വൽ ടു 4/2 2 വരും. 2 സെറ്റ് പോയിന്റ് കിട്ടി. ഇനി അടുത്തത് എക്സിന് നമ്മൾ 0 കൊടുക്കുന്നു. അപ്പോൾ 0 പ്ലസ് വൈ ഈക്വൽ ടു 3 വരും. y ഈക്വൽ ടു 3. ഇനി വൈക്ക് 0 കൊടുക്കുന്നു. അപ്പോൾ x പ്ലസ് 0 ഈക്വൽ ടു 3 വരും. x ഈക്വൽ ടു 3. അതും കിട്ടി. ഇവിടെയും കൊടുക്കാം. എക്സിന് നമുക്ക് 0 കൊടുക്കാം. എക്സ് 0 കൊടുക്കുമ്പോൾ 0 മൈനസ് 3y ഈക്വൽ ടു 6 വരും. മൈനസ് 3y ഈക്വൽ ടു 6. y ഈക്വൽ ടു 6/-3 വരും. -2 വരും. ഇനി yക്ക് 0 കൊടുക്കാം. അപ്പം 2x മൈനസ് 0 ഈക്വൽ ടു 6 വരും. 2x ഈക്വൽ ടു 6. x ഈക്വൽ ടു 6/2 3 വരും. yക്ക് 0 കൊടുക്കുമ്പോൾ 3 വരും. ഇങ്ങനെ പോയിന്റ് കണ്ടുപിടിക്കണം. ഒരെണ്ണത്തിന് 0 കൊടുക്കണമെന്നില്ല, വേറെ വാല്യൂ കൊടുക്കാം കേട്ടോ. ഇവിടെ 0 കൊടുക്കുന്ന എളുപ്പം. അപ്പം നമ്മൾ പോയിന്റ്സ് എല്ലാം കണ്ടുപിടിച്ചു. ഇതെല്ലാം കൂടെ ഈ ഒറ്റ ഗ്രാഫിലേക്ക് ലൈൻ വരയ്ക്കാം. ഞാൻ ഈ പോയിന്റ് കണ്ടുപിടിക്കുന്നത് മായ്ച്ചു പോരാ, ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി. നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെയൊക്കെ പോസിറ്റീവ് വേണം. -2 വൈക്ക് -2 ഉണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ വേണം നമ്മൾ വരയ്ക്കാൻ. 0 1 2 3 4 1 2 3 4 -1 -2 അത്ര മതി. നമുക്ക് നോക്കാം. ആദ്യം എക്സ് 0 മാറിപ്പോയത് ഇങ്ങനെ എടുത്തേക്കില്ല, 0 2 എടുത്തേക്കില്ല. ഇത് എക്സ് തന്നെയാണ്. എക്സും വൈയും കൂടെ എടുക്കണം. എക്സ് വൈ പെയറാ. 0 4 x 0 y 4 x 0 y 4 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് 0 4 പോയിന്റ് അടയാളപ്പെടുത്തുന്നത് തിരിച്ചു കളയരുത്. അടുത്ത x 2 y 0 2 0 x 2 y 0 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് 2 0. എല്ലാത്തിനും ഈക്വൽ ഉള്ളതുകൊണ്ട് ശരിക്കും വരയ്ക്കാം.
നീട്ടി വിട്ടോണേ. എന്നിട്ട് എവിടെയെങ്കിലും എഴുതുക 2x + y = 4. 2x + y = 4 നമ്മൾ ഇക്വേഷൻ എഴുതി. ലൈനിൽ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചാൽ നമുക്ക് പിന്നെ നോക്കുമ്പോൾ മനസ്സിലാവാനാണ്. ആദ്യത്തെ ലൈൻ ഓക്കെ. ഇനി അടുത്ത 0 x 0 y 3 x 0 y 3 എന്നുള്ള ഈ പോയിന്റ് 0 3. അടുത്തത് x 3 y 0 x 3 y 0 എന്നുള്ള ഈ പോയിന്റ് 3 0. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. എഴുതുക x + y = 3. അടുത്തത് x 0 y - 2 x 0 y - 2 എന്നുള്ള ഈ പോയിന്റ് 0 - 2. അടുത്തത് x 3 y 0 x 3 y 0 നമ്മൾ ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ഇവിടെ എഴുതുക 2x - 3y = 6. എല്ലാ ലൈനും ഒറ്റ ഗ്രാഫിൽ നമ്മൾ വരച്ചു. ഇനി നമ്മൾ റീജിയൻ കണ്ടുപിടിക്കാൻ പോവാം. ഓരോ ഇനീക്വാളിറ്റി എടുത്ത് നമ്മൾ റീജിയൻ കണ്ടുപിടിക്കാൻ പോവാണേ. ആദ്യം ഫസ്റ്റ് ഇനീക്വാളിറ്റി കൺസിഡർ ചെയ്യുക. കൺസിഡർ (2x + y > 4 ആൻഡ് പോയിന്റ് 2x + y > 4 എന്ന് ഈ ലൈനാണ് മനസ്സിലേക്ക് വരേണ്ടത്. ഈ ലൈൻ പാസ് ചെയ്യാത്ത പോയിന്റ് എന്ന് പറയുന്നത് 0 0 ഉണ്ട്. 0 0 കൂടെ പോയില്ല. അപ്പോൾ അതെടുക്കാം. ആൻഡ് ടേക്ക് ദ പോയിന്റ് 0 0. ഇപ്പോൾ x = 0 y = 0. എക്സിനും വൈക്കും 0 കൊടുക്കുക. അപ്പോൾ 2 × 0 എന്ന് പറയുമ്പോൾ 0 വരും. പ്ലസ് 0 > 4. അതായത് 0 + 0 0 > 4. ഫോൾസ് ആണോ? ഫോൾസ് വരും. ഫോൾസ്. ഷെയ്ഡ് ഫോൾസ് റീജിയൻ. ഫോൾസ് റീജിയൻ ഷെയ്ഡിങ്. അപ്പോൾ ഇനി ശ്രദ്ധിച്ചോണം. ഈ ലൈനാണ് എടുത്തേക്കുന്നത്. 0 ഇടത് സൈഡിലാണ്. ഈ ലൈൻ മാറിപ്പോയത് ലൈൻ ഇതാണ്. ഈ ലൈനിന്റെ ഇടത് സൈഡിലാണ് 0. ഇടത് സൈഡ് ഫോൾസ് ആണ്. 0 എടുത്തപ്പോൾ ഫോൾസ് ലൈറ്റ് ചെയ്ത്. അപ്പൊ ഈ ലൈനിന്റെ ഇടത് ഭാഗം ഫുള്ള് ഫോൾസ് ആണ്. ഈ ലൈനിന്റെ ഇടത് ഭാഗം ഫുള്ള് ഫോൾസ് ആണ്. അത് ഫുള്ള് ഷെയ്ഡ് ചെയ്യുക. ലൈൻ മാറിപ്പോകരുത്. ഈ ലൈനിന്റെ ഇടത് സൈഡ് ഫുള്ള് നിങ്ങൾ ഷെയ്ഡ് ചെയ്തിടുക. ഇടത് സൈഡ് ഫുള്ള് ലൈൻ മാറിപ്പോകരുത് കേട്ടോ. അടുത്തടുത്ത് ലൈൻസ് ഉള്ളതുകൊണ്ട് മാറിപ്പോകരുത്. ഇടത് സൈഡ് ഫുള്ള് ഷെയ്ഡ് ചെയ്യുക. ഫസ്റ്റ് ലൈനിന്റെ ഈ പോർഷൻ ഫുള്ള് ഇങ്ങേറ്റം ഇത് ഫുള്ള് ഷെയ്ഡ് ഇടുക. ഈ ലൈനിന്റെ ഇടത് സൈഡ് ഫുള്ള് ഷെയ്ഡ് ചെയ്തു. ഒരെണ്ണം ഓക്കെ. ഇനി അടുത്ത ലൈൻ എടുക്കുക. കൺസിഡർ അടുത്ത ഇനീക്വാളിറ്റി. കൺസിഡർ x + y <= 3 ആൻഡ് ഇവിടെ അടുത്തതെന്ന് പറയുമ്പോൾ x + y ഇതാ ലൈൻ. ഈ ലൈന് x + y = 3 എന്നുള്ള ലൈന്. ആ ലൈനിൽ കൂടി 0 പോകുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് എടുക്കാം. ആൻഡ് 0 0. put x = 0 y = 0. അപ്പോൾ 0 + 0 <= 3. 0 <= 3 അത് ട്രൂ ആണ്. ട്രൂ ആണ്. നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത് ഫോൾസ് ആണ്. ഷെയ്ഡ് ഫോൾസ് റീജിയൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഈ ലൈനാണ് എടുത്തത്. ഈ ലൈനിന്റെ ലെഫ്റ്റ് സൈഡിൽ 0 ആണ്. ഈ ലൈനിന്റെ ലെഫ്റ്റ് സൈഡ് 0 കൊടുത്തപ്പോൾ ട്രൂ കിട്ടി. ഈ ലൈനിന്റെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് ട്രൂ ആണ്. അപ്പോൾ ഫോൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഈ ലൈനിന്റെ ലെഫ്റ്റ് സൈഡ് അല്ല, റൈറ്റ് സൈഡ് ആണ് ഫോൾസ്. ലെഫ്റ്റ് സൈഡ് ട്രൂ ആണ്. അപ്പോൾ റൈറ്റ് സൈഡ് ആണ് ഫോൾസ്. അപ്പോൾ ഈ ലൈനിന്റെ റൈറ്റ് സൈഡ് ഫുള്ള് ഷെയ്ഡ് ചെയ്ത് നോക്കുക. ഈ ലൈനിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫുള്ള് ഷെയ്ഡ് ചെയ്യണം കേട്ടോ. ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്യാതെ കിടക്കുന്ന മിച്ച ഭാഗം ഫുള്ള് ഷെയ്ഡ് ചെയ്യാം. ഈ ലൈനിന്റെ റൈറ്റ് സൈഡ് ഫുള്ള് നമ്മൾ ഷെയ്ഡ് ചെയ്ത് മാറ്റി. കണ്ടോ? ഇത്രയും വന്നപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ചെറിയ പോർഷനെ കിട്ടിയുള്ളൂ. ഇനി ഒരു ലൈനും കൂടെ ഉണ്ട്. ഈ ഒരു ലൈനും കൂടി ഇല്ല. ഇങ്ങനെ ഒരു ലൈനും കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ നോക്കണം. അപ്പോൾ ഇനി അടുത്ത് എടുക്കാൻ പോവാണ്. ലാസ്റ്റ് കൺസിഡർ 2x - 3y <= 6 ആൻഡ് ഇപ്പോൾ ലൈൻ ഇതാണ് ലൈന്. ഈ ലൈനിൽ പോകാത്ത പോയിന്റാണ് 0 0. അപ്പോൾ 0 കൊടുക്കാം. ആൻഡ് ടേക്ക് 0 0. നമ്മൾ എക്സിനും വൈക്കും 0 0 കൊടുക്കുന്നു. അപ്പോൾ 2 × 0 0 - 3 × 0 0 0 <= 6. അതായത് 0 <= 6 അത് ട്രൂ. ഷെയ്ഡ് നമ്മളിവിടെയും ഫോൾസ് ആണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഷെയ്ഡ് ഫോൾസ് റീജിയൻ. അപ്പോൾ നോക്കുക. ഈ ലൈനിന് മേൽഭാഗത്തെ 0 കൊടുത്തപ്പോൾ ട്രൂ ആണ് കിട്ടിയത്. ഈ ലൈനിന്റെ മേൽഭാഗം ട്രൂവും താഴ്ഭാഗം ഫോൾസും. അപ്പോൾ ഈ ലൈനിന്റെ താഴ്ഭാഗമാണ് ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈനിന്റെ താഴ്ഭാഗം നമ്മൾ ഇനി ഇവിടെ കൂടെ ഉള്ളൂ. കണ്ടോ? എന്ത്? അപ്പോൾ ഷെയ്ഡ് ചെയ്യാതെ കിടക്കുന്ന മിച്ചം ഭാഗം ഈ ഒരു ട്രയാങ്കിളാണ്. കണ്ടോ? അൺഷെയ്ഡഡ്
റീജിയൻ ഈസ് ദ സൊല്യൂഷൻ. ഈ ഷെയ്ഡ് ചെയ്യാതെ മിച്ചകത്ത് കിടക്കുന്ന ഈ ട്രയാങ്കിൾ പോർഷൻ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ സൊല്യൂഷൻ. അൺഷെയ്ഡ് റീജിയൻ ഈസ് ദ സൊല്യൂഷൻ. ഇപ്പം എല്ലാവരും ക്ലിയർ ആയില്ലേ? ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്താൽ മതി, എളുപ്പമാണ്. ഇത് ഈസി ആയിട്ട് ഇതൊക്കെ എല്ലാവരും മേടിക്കുന്ന ഫുൾ മാർക്ക് മേടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഒരു കാരണവശാലും കളയരുത്. ഓക്കെ, ഒറ്റ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാം. x plus 2y less than 10 less than or equal to 10, x plus y greater than or equal to 1, x minus y less than or equal to 0, x greater than or equal to 0, y greater than or equal to 0. കുറെ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ x plus 2y less than or equal to 10, x plus y greater than or equal to 1, x minus y less than or equal to 0, x greater than or equal to 0, y greater than or equal to 0. അത് നമ്മൾ പഴയപടി തന്നെ കൺസിഡർ ദ ലൈൻസ്. കൺസിഡർ ദ ലൈൻസ് x plus 2y equal to 10, എക്സും വൈയും രണ്ട് കോളം. അടുത്ത് x plus y equal to 1, എക്സ് വൈയും. അടുത്ത് x minus y equal to 0, എക്സ് വൈയും. അടുത്തത് x equal to 0 എന്നൊന്നും കോളം വരയ്ക്കേണ്ട കാര്യമില്ല. x equal to 0 എന്ന് പറഞ്ഞാൽ ഏതാ? അത് y ആക്സിസ്. ബ്രാക്കറ്റിൽ y ആക്സിസ് എന്ന് എഴുതിയാൽ മതി. y ആക്സിസ് ആൻഡ് ഒരെണ്ണം കൂടി ഇല്ലേ, y equal to 0. x equal to 0 വരുമ്പോൾ y ആക്സിസും y equal to 0 വരുമ്പോൾ x ആക്സിസും. അത് നിങ്ങൾ കോളം വരച്ചൊന്നും കണ്ടുപിടിക്കാൻ പോകണ്ട. x equal to 0 എന്ന് പറഞ്ഞാൽ y ആക്സിസ് ആണ്, y equal to 0 എന്ന് പറഞ്ഞാൽ x ആക്സിസ് ആണ്. നമ്മൾ നേരത്തെ പഠിക്കണം. x equal to 0 y ആക്സിസും y equal to 0 x ആക്സിസും. അങ്ങനെ ഓർത്തിട്ടാണ്. ഇനി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. x-ന് ആദ്യം 0 കൊടുക്കാം. x-ന് 0 കൊടുക്കുമ്പോൾ 2y equal to 10 വരും. അപ്പോൾ y equal to 5 വരും. x-ന് 0 എടുക്കുമ്പോൾ y 5 വരും. അടുത്ത y-ക്ക് 0 കൊടുക്കാം. y-ക്ക് 0 കൊടുക്കുമ്പോഴത്തേക്കും x equal to 10 എന്ന് വരും. y-ക്ക് 0 കൊടുക്കുമ്പോൾ x equal to 10 വരും. അപ്പോൾ x 0 വരുമ്പോൾ y 5, y-ക്ക് 0 കൊടുക്കുമ്പോൾ x 10. അടുത്ത് x plus y equal to 1 അല്ലേ. x-ന് 0 കൊടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ x-ന് 0 കൊടുക്കുമ്പോൾ 0 plus y equal to 1, y 1 വരും. y-ക്ക് 0 കൊടുക്കുമ്പോൾ x plus 0 equal to 1, x-ന് 1 വരും. ഇത് ശ്രദ്ധിച്ചിങ്ങനെ x-ന് 0 കൊടുക്കാം. x-ന് 0 കൊടുക്കുമ്പോഴത്തേക്കും 0 minus y equal to 0 വരും. അതായത് minus y equal to 0 വരും. അപ്പോൾ y equal to 0. x-ന് 0 കൊടുത്തപ്പോൾ y-ൽ 0 കിട്ടി. ഇനി നിങ്ങൾ y-ക്ക് 0 കൊടുക്കാൻ പോകരുത്. കാരണം ഇനി y-ക്ക് 0 കൊടുത്താൽ x-ന് 0 കിട്ടുള്ളൂ. അതിൽ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. x-ന് 0 കൊടുത്തപ്പോൾ y-ക്ക് 0 കിട്ടി. അപ്പോൾ x-ന് വേറെ ഏതെങ്കിലും വാല്യൂ, x-നോ y-ക്കോ ഇഷ്ടമുള്ളതിന് വേറെ ഏതെങ്കിലും വാല്യൂ കൊടുക്കുക. x-ന് 1 കൊടുക്കുക. x-ന് 1 കൊടുത്താൽ 1 minus y equal to 0 വരും. അതായത് 1 equal to y വരും. x-ന് 1 കൊടുത്താൽ y-ക്കും 1 വരും. x minus y equal to 0 എന്നല്ലേ. അതായത് x equal to y. x 0 വരുമ്പോൾ y 0 വരും. x 1 വരുമ്പോൾ y 1 വരും. x 2 കൊടുത്താൽ y-ക്ക് 2 വരും. അങ്ങനെ വരും. അപ്പോൾ നമുക്ക് എല്ലാമായി കോളം, മൂന്നെണ്ണത്തിൻ്റെ കോളമായി. പിന്നെ x ആക്സും y ആക്സും ഇല്ലേ, അത് പ്രത്യേകിച്ച് നിങ്ങൾ കോളം വരയ്ക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഒറ്റ ഗ്രാഫിൽ ഇതെല്ലാം വരയ്ക്കണം. വരയ്ക്കാം. ഈ 10 വരെയൊക്കെ അടയാളപ്പെടുത്തണേ. x ആക്സിലാണ്. x ആക്സിലായിട്ട് കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ഫസ്റ്റ് ക്വാർട്ടറിന് മാക്സിമം വരയ്ക്കുക. ബാക്കിയുള്ളത് കുറച്ച് വരച്ചാൽ മതി. x ആക്സ് y ആക്സ് 0 1 2 3 10 വരെ വേണം. ഇവിടെയാണ് 5 വരെ മതി അല്ലേ. നമുക്ക് പോയിന്റുകൾ അടയാളപ്പെടുത്താം. ആദ്യം നിങ്ങൾ നോക്കിയ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇക്വേഷൻ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് y equal to 0 എന്ന് എഴുതിയേക്കാം. y ആക്സിന്റെ അവിടെ നമുക്ക് x equal to 0 എന്ന് എഴുതാം. x equal to 0 അതൊന്ന് എഴുതിക്കണം. y ആക്സിന്റെ ഇക്വേഷൻ x equal to 0യും x ആക്സിന്റെ ഇക്വേഷൻ y equal to 0യും നമുക്ക് ക്വസ്റ്റ്യനിൽ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അല്ലാത്ത കേസിൽ എഴുതണ്ട, നമ്മൾ ഇതിന് ഇനീക്വാളിറ്റിക്കകത്ത് ഉള്ളതുകൊണ്ട് എഴുതണം. ഇനി നമുക്ക് ആദ്യത്തെ ലൈൻ വരയ്ക്കാം. x 0 y 5 0 5 x 0 y 5 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് വരും 0 5 x 10 y 0 x ആക്സിൽ 10 y 0 10 0 ഇത് നമ്മൾ ജോയിൻ ചെയ്യാം.
ഇങ്ങനെ നീട്ടി വരച്ചോണം. എന്നിട്ട് നിങ്ങൾ അവിടെ ഇക്വേഷൻ എവിടെയെങ്കിലും ആ ലൈനിൻ്റെ എവിടെയെങ്കിലും ഇക്വേഷൻ എഴുതുക. ഇവിടെ നമുക്ക് എഴുതാം എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 കാണാവുന്ന പരുവത്തിന് എഴുതുക. ഇനി അടുത്തത് 0 1 1 0 എക്സ് 0 വരുമ്പോൾ y 1 ഈ പോയിന്റാണ് 0 1. അടുത്തത് 1 0 1 0 ഇത് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. അടുത്തത് 0 0 അടുത്ത പോയിന്റ് 0 0 ഈ പോയിന്റ് 0 0 അത് ഞാൻ എഴുതുന്നില്ല. അടുത്തത് 1 1 0 0യും 1 1. നിങ്ങൾ ഇങ്ങനെ എഴുതിയല്ലോ 0 1 എന്ന് എഴുതിയേക്കരുത് കേട്ടോ. എക്സും വൈയും കൂടെ 0 0 1 1 എക്സ് 1 വരുമ്പോൾ വൈ 1 ഇവിടെ വരും 1 1. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. നീട്ടി വരച്ചോണേ. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0. പിന്നെ എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 നമ്മൾ ആദ്യമേ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് റീജിയൻ ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. ഇത്രയും കാര്യങ്ങൾ ഗ്രാഫ് വരയ്ക്കുന്ന എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. പിന്നെ നമ്മൾ റീജിയൻ ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. അപ്പം അതിനായിട്ട് ഇങ്ങനെ ഒരു ഇനീക്വാളിറ്റി ഉള്ളതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അത് നമുക്ക് ആദ്യം ഇവിടെ ചെയ്തേക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മീൻസ് എക്സ് ഈസ് പോസിറ്റീവ്. y greater than or equal to 0 means y is positive. x greater than or equal to 0യും y greater than or equal to 0യും ഒരുമിച്ച് എടുത്താൽ x ഉം y ഉം പോസിറ്റീവ് എന്നാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമായിട്ടു x ഉം y ഉം പോസിറ്റീവ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആവണമല്ലോ. ഫസ്റ്റ് ക്വാഡ്രന്റ് only is the solution. ഫസ്റ്റ് ക്വാഡ്രന്റ് is the solution. is the true region. സൊല്യൂഷൻ നമുക്ക് പറയാറായിട്ടില്ല, ബാക്കി ഒന്നും കൂടെ ഉണ്ടല്ലോ. ഫസ്റ്റ് ക്വാഡ്രന്റ് is the true region. all others are false. നമ്മൾ false അല്ലേ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഷെയ്ഡ് ചെയ്ത് മാറ്റാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മീൻസ് ഫസ്റ്റ് ക്വാഡ്രന്റ് ഈസ് ദ ട്രൂ റീജിയൻ. ഓൾ അതേഴ്സ് ആർ ഫോൾസ്. ഷെയ്ഡ് ഓൾ അതേഴ്സ്. അപ്പോൾ ആദ്യമേ അതങ്ങ് എടുത്ത് മാറ്റുന്നത്, കാര്യം അവസാനത്തേക്ക് അത് വെക്കണ്ട. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് ചെയ്യാം. എക്സും വൈയും പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ പോസിറ്റീവാണ്. എക്സും വൈയും ഒരുമിച്ച് പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് വേണ്ടത്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് ട്രൂ. നമ്മൾ ഫോൾസ് അല്ലേ ഷെയ്ഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് ഒഴികെ ബാക്കിയെല്ലാം ഫോൾസ് ആണ്. നമ്മൾ അതെല്ലാം ഷെയ്ഡ് ചെയ്ത് മാറ്റുന്നു. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷൻ, ഈ പോർഷൻ അവിടെ നിട്ടുകൊണ്ട് ബാക്കി ഫുള്ള് നമ്മൾ ഷെയ്ഡ് ചെയ്ത് മാറ്റുന്നു. അത് വൃത്തിയായിട്ട് ഷെയ്ഡ് ചെയ്യാം. ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം അവിടെ നിർത്തിയാൽ മതി. ഈ രണ്ട് ഇനീക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ആദ്യം ഫസ്റ്റ് ക്വാഡ്രന്റ് ഒഴികെ ബാക്കിയെല്ലാം ഷെയ്ഡ് ചെയ്ത് മാറ്റിപ്പോണം. അത് മാത്രമേ നമുക്കുള്ളൂ. അവസാനത്തേക്ക് അത് നിർത്തണ്ട. അത് ആദ്യമേ തന്നെ അതങ്ങ് മാറ്റുക. ഇതുണ്ടോ, ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം മതി നമുക്ക്. ഇനി അതിൻ്റെ അകത്തുനിന്ന് ബാക്കിയുള്ളതെടുത്ത് നമുക്ക് ചെയ്യാം. ഇത് ശ്രദ്ധിച്ചോളൂ. ഇത് ആദ്യം അവസാനമാണ് കിടക്കുന്നെങ്കിൽ അത് ആദ്യമേ എടുത്ത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് ട്രൂ, ബാക്കിയെല്ലാം ഫോൾസ് ആണ് എന്നും പറഞ്ഞാൽ ഫോൾസ് ആയിട്ടുള്ള ബാക്കി സെക്കൻഡും തേർഡും ഫോർത്തും ഫുള്ള് ഷെയ്ഡ് ചെയ്ത് മാറ്റുക. ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ നമുക്കുള്ളൂ. ഇപ്പോൾ ഇനി നമ്മൾ ആദ്യത്തെ എടുക്കുക. കൺസിഡർ എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ ഈക്വേഷൻ ഇതാണ്. അവിടെ 0 ഇല്ല. ടേക്ക് 0 0 0 0 0 എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 0 പ്ലസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 അത് ട്രൂ ആണ്. ഷെയ്ഡ് ഫോൾസ് ഇല്ല, അത് ട്രൂ ആണ്. നമ്മൾ ഫോൾസ് ആണ് ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈക്വാളിറ്റി ഇതാണ്, ഇക്വേഷൻ ഇതാണ്, ലൈൻ ഇതാണ്. 0 താഴെയാണ്, 0 കൊടുത്ത ഭാഗം ട്രൂ ആണ്. അപ്പോൾ 0 താഴെയാണ്, താഴെ ട്രൂ ആണ്, മേളിലാണ് ഫോൾസ്. അപ്പം മേൾ ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്ത് മാറ്റുന്നു. ഈ ലൈനിന്റെ മേൽഭാഗം നമ്മൾ കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്ത് മാറ്റുന്നു. ഇടയ്ക്ക് ഗ്യാപ്പ് ഒന്നും കിടക്കരുത്, ഫുള്ള് ഷെയ്ഡ് ചെയ്ത് മാറ്റുക. ആ ലൈനിന്റെ കാര്യം ഓക്കെ. ഇനി അടുത്ത ഇനീക്വാളിറ്റി എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 നമ്മൾ അടുത്ത് എടുക്കുന്നു. കൺസിഡർ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എടുക്കുന്നു. നിങ്ങൾ അന്നേരം നിങ്ങളുടെ മനസ്സിലേക്ക് ആ ലൈൻ വരുവാണ്. ഇതാണ് ലൈൻ. ഈ ലൈനിൽ 0 0 ഇല്ല. അപ്പോൾ 0 0 ധൈര്യം എടുക്കാം. ടേക്ക് 0 0 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 പ്ലസ് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അത് ഫോൾസ് ആണ്. 0 അല്ല വലുത്, 1 ആ വലുത്. അത് ഫോൾസ് ആണ്. ഫോൾസ് ആ ഷെയ്ഡ് ചെയ്യുന്നത്. ഈ ലൈനിന് 0 കൊടുത്തപ്പോൾ ഫോൾസ് കിട്ടി. 0 ഉള്ള ഈ ഇടത് സൈഡ് ഫോൾസ് ആണ്. അപ്പം ഈ ലൈനിന്റെ ഇടത് ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്ത് മാറ്റും. മിക്കതും ഷെയ്ഡാണ്. ഈ ചെറിയ പോർഷനെ ഷെയ്ഡ് ചെയ്യാനുള്ളൂ. ഈ ലൈനിന്റെ ലെഫ്റ്റ് സൈഡ് 0 ആണ്. അത് ഫോൾസ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഷെയ്ഡ് ചെയ്ത് മാറ്റുന്നു. അതും ഓക്കെ. ഇനി നമ്മൾ ലാസ്റ്റ് ലൈൻ എടുക്കുകയാണ്. എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. കൺസിഡർ എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അത് കൺസിഡർ ചെയ്യാം. അത് കൺസിഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇതാണ് ലൈൻ. ആ ലൈനിലെ പോയിന്റ് 0 എടുക്കാൻ പാടില്ല. അത് ശ്രദ്ധിച്ചോണം. ഈ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റാണ് 0 0.
0 0 കൂടി ഒറിജിനിൽ കൂടി ആ ലൈൻ പോകുന്നത്. അപ്പോൾ 0 എടുത്താൽ ശരിയാവത്തില്ല. വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഇവിടെ ഈ ലൈൻ ഇല്ലാതെ ഇഷ്ടംപോലെ പോയിന്റ് ഇതുണ്ട്. 0 5 ഉണ്ട്. 1 1 ഒന്നും ആരും എടുത്തേക്കരുത് കേട്ടോ. 0 5 ഉണ്ട്, 0 1 ഉണ്ട്, 1 0 ഉണ്ട്, 10 0 ഉണ്ട്. നിങ്ങൾ അടയാളപ്പെടുത്തുന്ന പോയിന്റ് തിരിഞ്ഞു പോയാൽ ട്രൂ റീജിയൻ തിരിഞ്ഞോ. ചിലർ 0 10 0 ഇവിടെ അടയാളപ്പെടുത്തേണ്ടി വരും, ഇവിടെ അടയാളപ്പെടുത്തും. എന്നിട്ട് നിങ്ങൾ ആ 10 0 എടുത്താൽ നിങ്ങൾക്ക് റീജിയൻ മാറി കിട്ടുള്ളൂ. അത് ശ്രദ്ധിച്ചോണം. പോയിന്റ് അടയാളപ്പെടുത്തുമ്പോൾ കൃത്യമായിരിക്കണം. 0 0 വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. 0 0 അല്ലാതെ മറ്റു പോയിന്റ് എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് ഇഷ്ടമുള്ള എടുക്കാം. നമുക്ക് ഒരു കാര്യം ചെയ്യും. ഈ 1 0 എടുക്കാം അല്ലേ? ഈ 1 0 എടുക്കാം. ഈ ലൈനിലെ പോയിന്റ് അല്ലല്ലോ ഈ താഴെ കിടന്ന 1 0 എടുക്കാം. ടേക്ക് 1 0 ആ പോയിന്റ് എടുക്കും. ഈ താഴെ 1 0 ഇവിടെയാണെന്ന് ഉറപ്പിച്ചോണം. തിരിഞ്ഞ് ഇവിടത്തെ എടുത്തേക്കരുത്. 1 0 എന്ന് ഉദ്ദേശിച്ചിട്ട് പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്തിയേക്കരുത്. അടയാളപ്പെടുത്തുന്ന മാറിയാൽ റീജിയൻ മാറിക്കും. നമ്മൾ 1 0 എടുക്കും. താഴെയുള്ള 1 0 എടുക്കും. ടേക്ക് 1 0. നമ്മൾ എക്സിന് 1 ഉം വൈക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 - 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ശരിയല്ലേ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അത് ഫോൾസാ. 1 ആവരുത്. അപ്പോൾ ഷെയ്ഡ് ഫോൾസ് റീജിയൻ. അപ്പോൾ ഈ ലൈൻ എടുത്തു. താഴെയുള്ള 1 0 കൊടുത്തപ്പോൾ ഫോൾസ് കിട്ടി. കണ്ടോ? താഴെയുള്ള 1 0 കൊടുത്തപ്പോൾ ഫോൾസ് കിട്ടിയത് താഴ്ഭാഗം ഫോൾസ് ആണ്. അവിടെ ആണ് ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ മുഴുവൻ ഇങ്ങനെ നീട്ടി ഷെയ്ഡ് ചെയ്തോണേ. ഇനി ബാക്കിയെല്ലാം ഷെയ്ഡ് ഇടാം. അപ്പോൾ ഷെയ്ഡ് ചെയ്യാതെ ഈ ഒരു ചെറിയ പോർഷൻ കണ്ടോ? ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇത് അൺഷെയ്ഡഡ് റീജിയൻ. ഇതൊരു ക്വാർട്ടറിലായിട്ട് ചതുർഭുജമായിട്ട് ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇത് അൺഷെയ്ഡഡ് റീജിയൻ ഈസ് ദ സൊല്യൂഷൻ. ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളത് ശരിക്കും ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? എളുപ്പമല്ലേ? ഇതിൻ്റെ ബാക്കി ഈ ഒരു പോർഷൻ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ വെർട്ടീസസ് കണ്ടുപിടിച്ച് ഒരു ചെറിയ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അടുത്ത വർഷത്തെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായി. ഇത്രയും കഴിഞ്ഞിട്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എളുപ്പമാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. അതുകൊണ്ട് ഈ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്